അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദിൻ്റെ സുദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. സന്തോഷത്തിൻ്റെ ദിനമാണ്. നീണ്ട ഒരു മാസക്കാലത്തെ വ്രതം പൂർത്തീകരിച്ചുകൊണ്ട് പെരുന്നാൾ സുദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. തഖബ്ബലല്ലാഹു മിന്ന വ മിൻകും. പെരുന്നാൾ സുദിനത്തിലെ ആശംസ വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഇപ്രകാരമായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഹദീസിൻ്റെ കിതാബിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹനഫി മദ്ഹബിലെ കിതാബുകളിൽ ഇപ്രകാരവും കൂടി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈദുൻ മുബാറക്കുൻ അലൈക, ഈദുൻ മുബാറക്കുൻ അലൈക എന്നും കൂടി തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്നതിനോട് ചേർന്ന് പറയൽ നല്ലതാണ് എന്ന് കാണാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ 1000 ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. ഈ സുദിനത്തിൽ ശവ്വാൽ പിറ കണ്ടത് മുതൽ നമ്മുടെ വീടുകളിലും നമ്മുടെ മസ്ജിദുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നിന്നേക്കാൾ വലിയവനായി ആരുമില്ല, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, എല്ലാ സ്തുതിക്കും അർഹൻ നീ തന്നെയാകുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാൻ പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ ഒരു സന്തോഷത്തിൻ്റെ റമളാനായിരുന്നു. എവിടെയും കലഹങ്ങളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, ഒച്ചപ്പാടുകളില്ലാത്ത, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ റമളാനായിരുന്നു. തോളോട് ചേർന്നിന്നുകൊണ്ട് എല്ലാവരും പരിശുദ്ധമായ ആ റമളാനിനെ വരവേറ്റു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ അമലുകൾ നാം ഓരോരുത്തരും നിർവഹിച്ചു. നോമ്പുള്ളവരായി തറാവീഹുകൾ നിസ്കരിച്ചുകൊണ്ട്, സ്വതക്കകൾ നൽകിക്കൊണ്ട് എത്ര മനോഹരമായിരുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമളാൻ. നമ്മുടെ മുന്നിൽ വന്ന യാചകരായ ആളുകളെ നമ്മൾ ആട്ടിപ്പുറത്താക്കിയിട്ടില്ല. മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ ഈ റമളാനിൽ കൊടുത്ത സ്വതക്കകൾക്ക് കണക്കില്ല. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വഖത്തുകൾക്കും 1ഉം 2ഉം ആളുകളൊക്കെ വരുമ്പോൾ നല്ല മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപയുടെ സ്വതക്കകളാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പള്ളികൾ, മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നൽകിയിട്ടുള്ളത്. അല്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് സക്കാത്തായി എത്രയോ രൂപ നൽകിയിട്ടുണ്ട്. ഫിത്റു സക്കാത്ത് എന്ന വലിയ കർമ്മം നാം ഓരോരുത്തരും നിർവഹിച്ചു. എത്ര കണക്കിന് ടൺ കണക്കിന് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫിത്റു സക്കാത്താണ് നാം എല്ലാവരും വിതരണം ചെയ്തത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ.
ഈ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ച് നീണ്ട ഒരു മാസക്കാലം 29 ദിവസവും 30 ദിവസവുമൊക്കെ നോമ്പനുഷ്ഠിച്ച നോമ്പ് പിടിച്ച രാജ്യങ്ങളുണ്ട്, നാടുകളുണ്ട്, സ്ഥലങ്ങളൊക്കെയുണ്ട്. ഈ 29 ദിവസത്തെയും 30 ദിവസത്തെയും ത്യാഗസമ്പൂർണമായ നോമ്പ് നാം ഓരോരുത്തരും പിടിച്ചു. വലിയ ത്യാഗമായിരുന്നു. കഠിനമായ ചൂട്, ശക്തമായ ചൂടിലും ഒരൽപ്പം വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും വേണ്ടി നോമ്പനുഷ്ഠിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഈ കഷ്ടപ്പാടും നമ്മുടെ ഈ പ്രയാസങ്ങൾ സഹിച്ചതുമൊന്നും അള്ളാഹു താല തള്ളിക്കളയുകയില്ല, തട്ടിക്കളയുകയില്ല. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്: ഇന്നമാ യുവഫസ് സാബിറൂന ഉജൂറഹും ബിഗൈരി ഹിസാബ്. ക്ഷമയുള്ള ആളുകൾക്ക്, ക്ഷമിച്ചു നിന്ന ആളുകൾക്ക് കണക്കില്ലാതെ, എത്രയാണ് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താതെ വാരിക്കോരി പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സന്തോഷ വാർത്തയാണ്. ത്യാഗം നിറഞ്ഞ ഒരു മാസക്കാലം വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും നോമ്പുകൾ അനുഷ്ഠിച്ചത്. കൂലിപ്പണിക്ക് പോയ ആളുകൾ, ദിവസവും രാവിലെ പണിയെടുക്കാൻ പോയ ആളുകളൊക്കെ അവർ വലിയ ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിച്ചത്. അവരുടെ ആ ത്യാഗങ്ങളൊന്നും അള്ളാഹു തആല പാഴാക്കി കളയുകയില്ല. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഒരു ഹദീത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഇദാ കാന ഗദാത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ ദിവസത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇടതടവില്ലാതെ. അവർ ഓരോരുത്തരും വന്ന് മുഅ്മിനീങ്ങൾ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ മലക്കുകൾ വന്നു നിൽക്കും. എന്നിട്ട് അവർ പറയും: യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, ഉഗ്ദു ഇലാ റബ്ബിൻ റഹീം, നിങ്ങൾ റഹീമായ കാരുണ്യവാനായ റബ്ബിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പ്രഭാതത്തിൽ നിങ്ങൾ യാത്രയാകൂ. യമുന്നു ബിൽ ഖൈറാത്ത്, ആ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകളും അനുഗ്രഹങ്ങളും നൽകും. വയുസീബു അലൈഹൽ ജസീല, നല്ല പ്രതിഫലങ്ങൾ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകും. ഉമിർത്തും ബി സിയാമിൻ നഹാരി, പകലിൽ നോമ്പനുഷ്ഠിക്കുവാൻ, നോമ്പ് പിടിക്കുവാൻ നിങ്ങളോട് അവൻ കൽപ്പിച്ചിരുന്നു. ഫസുംതും, നിങ്ങൾ നോമ്പ് പിടിച്ചല്ലോ. വ അതഅതും, അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിച്ചു. നിങ്ങളുടെ കണ്ണ് നോമ്പുകാരനാകണമെന്ന് പറഞ്ഞു. പകൽ മുഴുവൻ പട്ടിണി കിടക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ, മറിച്ച് കണ്ണ് നോമ്പുകാരനാകണം, നാവ് നോമ്പുകാരനാകണം, ചെവി നോമ്പുകാരനാകണം, കൈകൾ നോമ്പുകാരനാകണം, കാലുകൾ നോമ്പുകാരനാകണം, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നോമ്പുകാരനാകണം, മനസ്സ് നോമ്പുകാരനാകണം. ഒരു മോശമായ കാര്യങ്ങൾ പറയാൻ പാടില്ല, എന്ന് പറയാൻ പാടില്ല. നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ആ നിലയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, റസൂല് പറഞ്ഞതുപോലെ കൃത്യമായി നോമ്പുകാരനായി, നോമ്പിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ നല്ല നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നോമ്പ് പിടിച്ചല്ലോ, അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ നിർവഹിച്ചല്ലോ, കൃത്യമായി നിങ്ങൾ ജമാഅത്തിന് വന്നു, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തു, സ്വതക്കകൾ നിങ്ങൾ നൽകി, ഇഫ്താറുകൾ നിങ്ങൾ നടത്തി, പാവപ്പെട്ടവരായ ആളുകളെ നിങ്ങൾ സഹായിച്ചു, തഹജ്ജുദ് നിങ്ങൾ നിസ്കരിച്ചു, മറ്റ് ഒരുപാട് നന്മകളെല്ലാം ഈ പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ നിർവഹിച്ചല്ലോ. അത്തഅത്തും, നിങ്ങൾ റബ്ബിനെ അനുസരിച്ചല്ലോ. റബ്ബക്കും, നിങ്ങൾ അനുസരിച്ചല്ലോ. അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്ക് അവൻ നൽകും. ഫഖ്ബലൂ ജവാഇസക്കും, അതുകൊണ്ട് ഇന്നേ ദിവസം ഈ ത്യാഗത്തിനും അവൻ്റെ കൽപ്പനകളും നിങ്ങൾ അനുസരിച്ചതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളും പ്രതിഫലവും സമ്മാനങ്ങളും നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ അമലിൻ്റെ തോതനുസരിച്ചുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊള്ളൂ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. നിസ്കാരം കഴിഞ്ഞാൽ ലോകത്തു നിന്നും ഒരു മലാഖ വിളിച്ചു പറയും: നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. ഇതാ നിങ്ങൾ റബ്ബ് പറഞ്ഞതുപോലെ നിങ്ങൾക്കിതാ പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വളരെ പ്രസക്തമാണ്. നോമ്പുകാരന് 2 സന്തോഷങ്ങളാണുള്ളത്. ഒന്ന് ഇഫ്താറിൻ്റെ സമയം, 2 റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഈ ത്യാഗം നിറഞ്ഞ നോമ്പിന് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം. ആ പ്രതിഫലം കാണുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ സന്തോഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ നിലയിൽ നമ്മുടെ നോമ്പുകൾ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. നല്ല നിലയിൽ നോമ്പനുഷ്ഠിച്ച ഒരു പോരായ്മയില്ലാതെ പടച്ച തമ്പുരാൻ നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിൽ നിർവഹിച്ച എല്ലാ നന്മകളും പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാൻ വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി റമദാൻ കടന്നു വരുന്ന അടുത്ത വർഷമാണ്. അടുത്ത വർഷം വരേക്കും നമ്മിൽപ്പെട്ട നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വിട പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിട പറഞ്ഞു പോയത് ഒരു ചെറിയ ഒരു മാസമല്ല, വളരെ പ്രധാനപ്പെട്ട മഹത്വമായൊരു മാസമായിരുന്നു. റഹ്മത്തിൻ്റെ, മഗ്ഫിറത്തിൻ്റെ, ഇത്ഖിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ മാസമായിരുന്നു. റമദാനിൻ്റെ തുടക്കം മുതൽക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അല്ലാഹു തആല നരകമോചനം നൽകിയത്. ഇത് റമദാനിൻ്റെ പ്രത്യേകതയാണ്. മറ്റു മാസങ്ങൾക്ക് ഈ പ്രത്യേകതയില്ല. ഇനി ഈ മഹത്വം ലഭിക്കണമെങ്കിൽ അടുത്ത റമദാൻ നമ്മിലേക്ക് കടന്നു വരണം. റഹ്മത്തിൻ്റെ 10 കടന്നു വരണമെങ്കിൽ അടുത്ത റമദാൻ കടന്നു വരണം. മഗ്ഫിറത്തിൻ്റെ 10 കടന്നു വരണമെങ്കിൽ അടുത്ത റമദാൻ കടന്നു വരണം. ഇത്ഖിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒരു നന്മയ്ക്ക്, ഒരു സുന്നത്തിന്, ഫർളിന് 70 അതിനപ്പുറത്തുള്ള പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി അടുത്ത റമദാൻ കടന്നു വന്നാൽ മാത്രമേ ഈ നിഅമത്തുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത റമദാനും അതിനുശേഷമുള്ള റമദാനുകളെല്ലാം ഒരുപാട് റമദാനുകൾ നേടിയെടുക്കാൻ, ആ റമദാൻ വെച്ചിട്ടുള്ള പുണ്യങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഒരുപാട് സൽഗുണങ്ങളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത്. റമദാനിന് വേണ്ടിയുള്ള ജമാഅത്താകരുത്. റമദാനിന് വേണ്ടിയുള്ള കണ്ണിനെ സൂക്ഷിച്ചതുപോലെയാകല്ല. റമദാനിന് വേണ്ടി മാത്രം നാവിനെ സൂക്ഷിച്ചവരാകാൻ പാടില്ല. റമദാനിന് ശേഷവും നാവിനെ സൂക്ഷിക്കുന്നവരാകണം, കണ്ണിനെ സൂക്ഷിക്കുന്നവരാകണം, ചെവിയെ സൂക്ഷിക്കുന്നവരാകണം. എല്ലാം റമദാനിന് വേണ്ടിയാകരുത്. റമദാനിന് വേണ്ടിയായാൽ നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ റമദാൻ സ്വീകരിച്ചു എന്നതിൻ്റെ, നമ്മുടെ നോമ്പുകൾ കബൂൽ ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതം. നമ്മുടെ റമദാനിന് ശേഷമുള്ള ജീവിതം റമദാനിനെ പോലെയായാൽ നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പടച്ച തമ്പുരാനോട് ദുആരക്കാം, തഖബ്ബലല്ലാഹു മിന്ന എന്ന്. സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ സന്തോഷത്തിൻ്റെ റമദാനായിരുന്നു. ഇവിടെയും സന്തോഷമായിരുന്നു. നമ്മൊന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ നാടുകൾ കേന്ദ്രീകരിച്ച്, ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച്, പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു പരിശുദ്ധമായ റമദാനിൽ. കൂട്ട സമൂഹ നോമ്പുതുറകൾ കണ്ടു. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സംഘടനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പല നിലയിലും സമൂഹ നാട്ടിലെ മുഴുവൻ മതവിഭാഗക്കാരായ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നോമ്പുതുറകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു സ്നേഹമാണ്, ഈ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യത്ത് വേണ്ടതും നമ്മുടെ നാടുകൾ വേണ്ടതും അത് തന്നെയാണ്. സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഒത്തൊരുമയുടെ, വർഗീയതയില്ലാത്ത സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ ദിനങ്ങളായിരുന്നു ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പല നിലയിലുള്ള വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു. കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. ആ നിലയിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും എല്ലാ നിലയിലും ഇത് നിങ്ങൾ കട്ട് ചെയ്യണോട്ടാ. ഈ നിലയിൽ നാം ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ നാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സൗഹാർദ്ദമുണ്ട്. ആ സൗഹാർദ്ദം നിലനിർത്തി കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. സർവേശ്വരൻ നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ നടക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ എത്രയും നോമ്പുകാരായ കുട്ടിയെ വെടിവെച്ചു കൊന്ന, ഒരു ഉമ്മയെ മൂത്രം കുടിപ്പിച്ച സംഭവം കൊന്നുകളഞ്ഞ, അതുപോലെ ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചു കൊന്ന വാർത്തകളൊക്കെ ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ട്രക്കുമായി പോയ മനുഷ്യനെ പശു കടത്തി എന്നതിൻ്റെ പേരിൽ പറഞ്ഞ് പിടിച്ചു നിർത്തി കൊന്നുകളഞ്ഞതും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. ബർത്ത്ഡേ ആഘോഷിക്കാനാണ് എന്ന് പറഞ്ഞ് കുട്ടിക്കൊണ്ടുപോയിട്ട് നോമ്പുകാരനായ 15 വയസ്സുള്ള ഒരു ബാലനെ വെടിവെച്ച് കൊന്നതും ഈ പരിശുദ്ധമായ റമദാനിലാണ്. അങ്ങനെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയ അവരുടെ കുടുംബത്തെ ഒരിക്കലും ഈ റമദാനിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എത്രയോ ആളുകളെയാണ് അതിക്രൂരമായി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കൊന്നുകളഞ്ഞത് പരിശുദ്ധമായ റമദാനിൽ. അവരെ, ആ കുടുംബത്തെ നമ്മൾ ഓർക്കേണ്ടത്. ലോകത്ത് ശാന്തിയും സമാധാനവും സ്നേഹവും ഉണ്ടാകേണ്ടതുണ്ട്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ എത്രയോ ആളുകളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ തന്നെ ഈ പരിശുദ്ധമായ റമദാനിൽ
മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മസ്ജിദുൽ അഖ്സയിലുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾ ജുമുഅകളൊക്കെ തടയുകയുണ്ടായി. വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും കുട്ടികളെ മുഴുവനും കൊന്നൊടുക്കുന്ന അതിദാരുണമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ പ്രദേശ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിസ്കാരങ്ങൾക്ക് തടസ്സം നിന്നത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഒരു ഭാഗത്ത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും ഒക്കെ ഒരുപാട് നല്ല ഉദാഹരണങ്ങളും ഒത്തൊരുമയും കാണുമ്പോൾ മറുഭാഗത്ത് ഇതുപോലെയുള്ള മോശമായ കാര്യങ്ങളും കാണുന്നുണ്ട്. അതെല്ലാം മാറിയിട്ട് നമ്മുടെ രാജ്യത്ത് സ്നേഹമുള്ള നല്ലൊരു സമൂഹമായി ഐക്യമുള്ള എല്ലാ മതവിഭാഗക്കാരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കാലമാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധമായ റമദാൻ അത് സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ നാം നേടിയെടുത്ത നമ്മുടെ ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഫഅതസിമു ബിഹബിലില്ലാഹി ജമിയ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ ഐക്യത്തോടെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിൻ്റെ മഹത്തായ സന്ദേശമാണ് ഇന്ന് ഈ ബലിപെരുന്ന ഈ ഈദുൽ ഫിത്തർ ദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ പൊരുത്തപ്പെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.